ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമ കീർത്തനം. ഭഗവാന്റെ വിരുദ്ധങ്ങളായ ലീലകളെക്കുറിച്ചുള്ള മറ്റൊരു സംഭവമാണ് 33ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഘർമാതപം കുളിർ നിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജപത്നീം പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച് ആ മൃഗാക്ഷികളെ വൃന്ദാവനത്തിലഥ നാരായണായ നമ. ശ്രീരാമാവതാര കാലത്ത് സീതയെ അന്വേഷിച്ച് വിരഹദുഃഖം മൂലം കാട്ടിലൂടെ തൻ്റെ അനുജനായ ലക്ഷ്മണനുമൊത്ത് നടക്കുമ്പോൾ ശരത്കാലത്തെ ആ കുളിർമയുള്ള നിലാവിൽ ശീതളിമ അനുഭവപ്പെടുമ്പോൾ ഗ്രീഷ്മകാലത്തെ കഠിനമായ ചൂടാണ് തനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് ഭഗവാനെ അങ്ങ് അനുജനായ ലക്ഷ്മണനോട് പറഞ്ഞുവല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. നിജപത്നിയും പിരിഞ്ഞളവ് കുളിർനിലാവ് ഘർമാതപമെന്ന് തമ്പിയോട് പറഞ്ഞു എന്ന് പറയുന്നത്. താനൊരു അവതാരമൂർത്തിയാണ് എന്നൊന്നും കണക്കാക്കാതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭാര്യയുമായി പിരിഞ്ഞിരിക്കുമ്പോഴുള്ള ദുഃഖം ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞ് വിലപിക്കുകയായിരുന്നു അങ്ങ്. ഇങ്ങനെ സ്വയം വിരഹതാപം അനുഭവിച്ച അങ്ങ് ശ്രീകൃഷ്ണാവതാര കാലത്ത് അങ്ങയെ പ്രണയിച്ച സുന്ദരികളായ ഗോപികമാരോട് എന്താണ് ചെയ്തത്? അവർ അങ്ങയെ അന്വേഷിച്ച് നടന്ന് തളർന്നില്ലേ? ഗോപികമാരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കലായിരുന്നല്ലോ അവിടുത്തെ ഉദ്ദേശം. യമുനാ നദിയിലെ മണൽപ്പരപ്പിൽ ഗോപികമാരോട് കൂടി അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് പല വിധത്തിലുള്ള കളികളിൽ ഭഗവാൻ മുഴുകിയപ്പോൾ തങ്ങൾക്ക് തുല്യരായി ആരുമില്ല എന്നുള്ള അഹങ്കാരം ഗോപികമാരിൽ ഉണ്ടായി. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനായി പെട്ടെന്ന് ഭഗവാൻ അപ്രത്യക്ഷമായി. അപ്പോൾ അവരെല്ലാം വിരഹവേദനയ്ക്ക് അധീനരായി. ഭഗവാനെ അന്വേഷിച്ച് ഭഗവാന്റെ ഗുണഗണങ്ങൾ പാടി ഉന്മത്തകളായി കണ്ണിൽ കണ്ട വൃക്ഷങ്ങളോടും വള്ളികളോടുമെല്ലാം കണ്ണനെ കണ്ടോ എന്ന് ചോദിച്ച് അവർ വൃന്ദാവനത്തിൽ ചുറ്റി നടന്നു. ഇങ്ങനെ സ്വയം വിരഹതാപം അനുഭവിച്ച ഭഗവാൻ തന്നെ പ്രണയിച്ച ഗോപികമാരെ വിരഹവേദന അനുഭവിച്ച ഈ സംഭവമാണ് വിരുദ്ധങ്ങളായ കളികളിൽ മറ്റൊന്നായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഘർമാതപം കുളിർ നിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജപത്നീം പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലഥ നാരായണ